നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, ഇഷ്ടമായിട്ടുള്ള അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. സിക്സ് ഓഫ് വാൻസ് എനർജിയാണ് ഫസ്റ്റ് കാർഡ് വന്നിട്ടുള്ളത്. ഇവിടെ ഒരു റീയൂണിയൻ നിങ്ങളുടെ റിലേഷനിൽ ഉണ്ടാവും. നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരും എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. ഇപ്പം സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന റിലേഷൻ ആണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരും. അവർക്ക് തിരിച്ചു വരാനുള്ള ഒരു ടെൻഡൻസിയിലാണ് അവർ നിൽക്കുന്നത്, ഒരു പോസിറ്റീവ് എനർജിയിലാണ് അവർ നിൽക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. ദ വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. ഇവിടെ ഒരു കാർമിക് സിറ്റുവേഷൻ, ചിലരുടെ റിലേഷനിൽ അങ്ങനെ ഒരു കാർമിക് സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. ഈ റിലേഷൻഷിപ്പിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കാതെ എപ്പോഴും ഇഷ്യൂസും അകൽച്ചയും അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസും ഒക്കെ വരുന്നുണ്ടാവാം. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇതൊരു കാർമിക് റിലേഷൻ ആണെന്ന് കാണിക്കുന്നത്. കാർമിക് ആണ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. 8 ഓഫ് വാൻസ് എനർജിയാണ്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ റീയൂണിയൻ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുന്ന എനർജിയാണ്, പോസിറ്റീവ് എനർജിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തുനിന്ന് ഒരു കോണ്ടാക്ട് വരുന്നതായിട്ടാണ്, ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് ഈ റിലേഷനിലോട്ട് വരുന്ന എനർജിയാണ്. അവർ നിങ്ങളെ വിളിക്കാനോ സംസാരിക്കാനോ ഉള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് കാണിക്കുന്നത്. 4 ഓഫ് കപ്സ് എനർജിയാണ്. ഇവിടെ ഇപ്പോ നിങ്ങളിൽ നിന്ന് അകന്ന് നിന്ന സമയത്തൊക്കെ അവർ വിഷമിക്കുന്ന സിറ്റുവേഷൻ ആണ്, നിങ്ങളെ മിസ് ചെയ്യുന്ന സിറ്റുവേഷൻ ആണ്. ഒരു ഹാപ്പിനെസ് അവരുടെ ലൈഫിൽ മുന്നോട്ട് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. സത്യം പറഞ്ഞാൽ നിങ്ങളാണ് അവരുടെ സന്തോഷം എന്നുള്ളത് അവര് ഇപ്പോൾ തിരിച്ചറിഞ്ഞ ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. അപ്പൊ ആ ഒരു സന്തോഷത്തിലോട്ട് തിരികെ വരിക എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. ടെമ്പറൻസ് കാണിക്കുന്നത് മുന്നോട്ടുള്ള ഒരു, ഇവിടെ രണ്ട് റിലേഷനും ഒരു ബാലൻസിങ്ങിലോട്ട് വരുന്ന, അതായത് ടെമ്പറൻസ് കാർഡ് കാണിക്കുന്നത് ടെമ്പറൻസ് എന്നാണ് കാണിക്കുന്നത്. അതായത് ഈ ഒരു റിലേഷനിലെ ഒരു ബാലൻസ് വരുന്നതായിട്ടോ, അതായത് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ഇതുവരെ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ മുന്നോട്ട് ആ ഒരു രീതിയിൽ ഒരു ബാലൻസിലോട്ട് ഈ റിലേഷൻ മാറും എന്നാണ് കാണിക്കുന്നത്. ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. ഇവിടെ എൻഡ് ആയി പോയി എന്ന് കരുതുന്നിടത്ത് നിന്ന് ഈ റിലേഷൻ റീസ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. വീണ്ടും ഈ റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. സത്യത്തിൽ നിങ്ങൾ ആകെ തകർന്നിട്ടുണ്ടായിരിക്കാം, രണ്ടുപേരും തമ്മിൽ വഴക്കിട്ട് മാറി നിന്ന സമയത്ത് ഈ റിലേഷനിൽ ഇനി മുന്നോട്ടൊരു ചാൻസ് ഇല്ല എന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളോട് നിങ്ങളുടെ പേഴ്സൺ ആ രീതിയിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു റീസ്റ്റാർട്ട് ഉണ്ടാവുന്ന ഒരു എനർജി തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. 9 ഓഫ് സോർട്സ് എനർജിയാണ്. ഇവിടെ അത്രയും പെയിൻ അനുഭവിക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ യൂണിവേഴ്സിലോട്ട് ഈ ഒരു നെഗറ്റിവിറ്റി ഇങ്ങനെ ഇട്ട് കൊടുത്തോണ്ടിരുന്നാൽ നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് തന്നെ ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും മാനിഫെസ്റ്റ് ആവുന്നത്. അതുകൊണ്ട് ഇപ്പം റിലേഷനിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അവർക്ക് ഒരിക്കലും എന്നെ വിട്ടു പോകാൻ പറ്റില്ല, അവരെന്റെ അടുത്തോട്ട് തന്നെ തിരികെ വരും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഉറപ്പ് ആ ഒരു റിലേഷൻ നിങ്ങളിലേക്ക് ഉറപ്പായിട്ടും വരും. പക്ഷെ നിങ്ങൾ അവിടെ നെഗറ്റീവ് തോട്ട്, അതായത് അവർക്ക് ഇനി എന്നെ വേണ്ട, അവരെന്നെ വിട്ടുപോയി, കംപ്ലീറ്റ്ലി ഈ റിലേഷൻ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ് എന്നുള്ള ഒരു നെഗറ്റീവ് തോട്ട്സ്, അല്ലെങ്കിൽ അവർക്ക് മറ്റ് റിലേഷൻസ് ഉള്ളത് കൊണ്ടാണ്, അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾ, പല കഥകളും നിങ്ങൾ മെനയും. അങ്ങനെയുള്ള കഥകൾ മെനഞ്ഞ് നിങ്ങൾ യൂണിവേഴ്സിലോട്ട് ആ ഒരു പെയിനോട് കൂടി അത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ ആ ഒരു ചിന്തയ്ക്ക് ഒരു എനർജി കൊടുക്കുകയാണ്, പെയിൻഫുൾ ആയിട്ടുള്ള എനർജി കൊടുത്ത് അത് നിങ്ങൾ യൂണിവേഴ്സിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ആ ഒരു നെഗറ്റീവ് കാര്യമാണ് നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ആവുന്നത്.
ആ സമയം നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി ഓക്കെ എന്തൊക്കെ ആയാലും എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും അവരെന്നിലോട്ട് വരും എന്നുള്ള ഒരു കോൺഫിഡൻസോട് കൂടി നിങ്ങൾ തമ്മിൽ ഒരു റീയൂണിയൻ ഉണ്ടാവുന്നതായിട്ടും നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ പഴയതിനേക്കാൾ കൂടുതൽ സ്ട്രെങ്തൻ ആവുന്നതായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ യൂണിവേഴ്സിനോട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതാണ് മാനിഫെസ്റ്റ് ആവുക. അപ്പോൾ നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇട്ട് കൊടുക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക. അത് ബുദ്ധിമുട്ടാണ്. പെട്ടെന്നൊന്നും അങ്ങനെ ഒരു നെഗറ്റീവ് തോട്ടിനെ കളയുക, ഒരു പോസിറ്റീവായിട്ട് വരിക എന്നുള്ളതൊക്കെ ഒരു റിസ്ക് ഉള്ള കാര്യം തന്നെയാണത്. ഇപ്പം പറയുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് അത് കേൾക്കുമ്പോൾ ഓക്കെ അത് നമുക്ക് നടക്കും അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ തോന്നും, പക്ഷേ റിസ്ക് ആണ്. ഈ സത്യം പറഞ്ഞാൽ ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു തപസ്സാണ്. അത് ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണ്. ഇപ്പം ഈ മാനിഫെസ്റ്റേഷൻ കോച്ചിങ് ഒക്കെ കൊടുക്കുന്ന ആളുകൾ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഓക്കെ ഇത് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും, ഞാൻ പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ മതിയല്ലോ. പക്ഷെ പോസിറ്റീവായി ചിന്തിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ കുട്ടിക്കാലം മുതലേ കേൾക്കുന്നതും അറിയുന്നതും ഒക്കെ ചെയ്യരുത്, അത് ഇത് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യാൻ നിൽക്കുമ്പോൾ അതിന് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരും കേട്ടോ. ആ പ്രശ്നങ്ങളെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവും എന്നുള്ള ഒരു നെഗറ്റീവ് സൈഡാണ് നമ്മൾ കൂടുതൽ പഠിക്കുന്നത്. അല്ലാതെ അതിന്റെ പോസിറ്റീവ് സൈഡ് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നില്ല. അധികം നെഗറ്റീവ് കാര്യങ്ങളാണ് പഠിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അത് വേറെ ഉറച്ചു പോയി. നമ്മൾ കുട്ടിക്കാലം മുതൽ അങ്ങനെ വളർന്നു വരുന്നതിനനുസരിച്ച് അത് കൂടുതൽ കൂടുതൽ സ്ട്രെങ്ത് ആയി വന്നു. അപ്പൊ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യം ആവുമ്പോഴും ഒരു റിലേഷനിലോട്ടോ അല്ലെങ്കിൽ ഒരു സ്നേഹബന്ധത്തിലോട്ട്, സ്നേഹം എന്ന് പറയുന്നത് തന്നെ പ്രശ്നമാണല്ലോ, തെറ്റാണല്ലോ. അപ്പൊ അങ്ങനെയാണല്ലോ നമ്മൾ സമൂഹം കാണുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഒരു റിലേഷൻ വന്നാൽ ആ പേഴ്സൺ പരമാവധി ഒരു സ്നേഹബന്ധമൊന്നും ഒരുപാട് കാലം നീണ്ടു നിൽക്കില്ല. അത് എൻഡായി പോകുന്ന ചരിത്രങ്ങളാണ് കൂടുതൽ നമ്മൾ അറിയുന്നത്. കാരണം അങ്ങനെയുള്ള ആ ഒരു രീതിയിൽ നെഗറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സ് കുത്തി നിറച്ചൊരു മനസ്സാണ് എല്ലാവരുടെയും. അപ്പോൾ ഒരു സ്നേഹബന്ധം അല്ലെങ്കിൽ ഒരു പ്രണയമൊക്കെ ലൈഫിലോട്ട് വരുമ്പം ഈ പേഴ്സൺ അതായത് ഈ റിലേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ നമ്മളുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയാണ്, എന്നാണ് എന്നെ വിട്ടു പോകുന്നത്, ഇവരെന്നെ വിട്ടു പോവാതിരിക്കാൻ എന്ത് ചെയ്യാം, അതായിരിക്കും ചിന്ത. അല്ലാതെ ഒരു കോൺഫിഡൻസോട് കൂടി ഓക്കെ ഈ പേഴ്സൺ ലൈഫിലോട്ട് വന്നു, ഇനി ഞങ്ങൾക്കൊരു ലൈഫ് ലോങ് ഞങ്ങൾ ജീവിതകാലം മുഴുവൻ മരണം വരെ ഞങ്ങൾ ഒന്നിച്ചാണ് ഇരിക്കാൻ പോകുന്നതെന്നുള്ള ഒരു കോൺഫിഡൻസ് ആർക്കും ഇല്ല. ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയാണ് ലൈഫിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പം അത്രയും ബുദ്ധിമുട്ടാണ് നമുക്ക് ആ പോസിറ്റീവ് സൈഡിലോട്ട് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരാൻ. നമ്മുടെ മനസ്സ് എപ്പോഴും നെഗറ്റീവ് സൈഡിലോട്ടാണ് പോവുക. നെഗറ്റീവ് കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിലോട്ട് എപ്പോഴും വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനെ പോസിറ്റീവ് ആക്കുക എന്ന് പറയുമ്പോൾ റിസ്ക് ആണ്. അത് ചെയ്യുക എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ഒരു ലെവലിലോട്ട് നിങ്ങളെ മൈൻഡിനെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ടുള്ള ഒരാളോട് സ്നേഹം ഉണ്ടോ, അപ്പോൾ നിങ്ങൾ അതിനു വേണ്ടി ശ്രമിക്കും. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ശ്രമിക്കുന്ന പോലെ അഭിനയിക്കുക, എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും, എന്നിട്ട് ആൾ വന്നില്ല എന്ന് ബ്ലെയിം ചെയ്തുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കും. അതിൽ കാര്യമില്ല. നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്താലേ കാര്യമുള്ളൂ. നമ്മളെ ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ നമ്മളിൽ മാറ്റം വരുത്തുക, നമ്മളുടെ ചിന്തകളിൽ മാറ്റം വരുത്തുക. ചിന്തകളിൽ മാറ്റം വരുത്തുക എന്ന് പറയുമ്പോൾ അത് നമ്മളെ കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. മറ്റൊരാൾക്ക് വന്നിട്ട് നിങ്ങളുടെ ചിന്തകളിലൊന്നും മാറ്റം വരുത്താൻ പറ്റില്ല. നിങ്ങൾ തന്നെ ശ്രമിക്കണം, നിങ്ങൾ തന്നെ ചിന്തയിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം. ഇപ്പൊ ഞാനിപ്പോ ഈ പറയുന്ന കാര്യം പോലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ആളുകൾ ഉണ്ടാവാം. കാരണം ഒരുപാട് അത്രയും നെഗറ്റീവ് ലൈഫിലൂടെ കടന്നു വന്ന ആളുകൾക്ക് ഞാനിപ്പോ ഈ പറയുന്നത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. കാരണം അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റിക്കൊള്ളുന്നില്ല. ചിന്തയിൽ മാറ്റം വരുത്തി എന്ത് സംഭവിക്കാനാ എന്നുള്ളൊരു ചിന്തയൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പം ആ ഒരു കാര്യമാണ് നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ടത്. നിങ്ങളെ മനസ്സിൽ ആ ഒരു നെഗറ്റീവ് തോട്ടിനെ നിങ്ങൾ മാറ്റി വെച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പോസിറ്റീവ് ഇമോഷൻസ് കൊടുക്കുക. ഹാപ്പിനെസ് ആണ് നിങ്ങൾ പുറത്തോട്ട് കൊടുക്കേണ്ടത്. നിങ്ങളുടെ ചിരി, സന്തോഷമാണ് കൊടുക്കേണ്ടത്. അത് കൊടുക്കുമ്പോഴേ അത് നിങ്ങളിലേക്ക് തിരിച്ചു കിട്ടുള്ളൂ. ഇപ്പൊ നമ്മൾ ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കുന്നതിന് പകരം മുഖം വീർപ്പിച്ചുകൊണ്ട് പോയാൽ ആ പേഴ്സണ് നിങ്ങളോട് ചിരിക്കാൻ തോന്നുമോ? തിരിച്ച് ഇല്ല. അതുപോലെ തന്നെയാണ് യൂണിവേഴ്സിലോട്ട് നിങ്ങൾ സന്തോഷമാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ സന്തോഷം നിങ്ങൾക്ക് റിഫ്ലക്റ്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് വരും. നിങ്ങൾ കരയുന്നു, വിഷമിക്കുന്നു, ഒരുപാട് പെയിനാണ് പുറത്തോട്ട് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ പെയിൻ ആയിരിക്കും നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. മൈ വേൾഡ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങളാണ് അവരുടെ ലോകം എന്നുള്ള രീതിയിലാണ് കാണുന്നത് കേട്ടോ. നിങ്ങളില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അവരത്രയും സോൾഫുൾ ആയിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നു എന്നാണ് കാണിക്കുന്നത്.
പാഷൻ എന്നാണ് കാണിക്കുന്നത്. ഒരു സ്നേഹം, പാഷൻ നിങ്ങളോട് നിങ്ങളുടെ പേഴ്സണ് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ. അത്രയും ഒരു ഇന്റൻസ് ആയിട്ടുള്ള ഒരു സ്നേഹം, ഒരു അട്രാക്ഷൻ ഒക്കെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുണ്ട് എന്നാണ് കാണിക്കുന്നത്. സർപ്രൈസ് എന്ന് കാണിക്കുന്നുണ്ട്. ഒരു സർപ്രൈസ് ആയിട്ടായിരിക്കും നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷനിലോട്ട് തിരികെ വരുന്നത്. നിങ്ങൾ ചിലപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു കണക്ഷനിലോട്ട് വീണ്ടും തിരിച്ചു വരും എന്നുള്ളത്. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഒരു സർപ്രൈസ് ആയിട്ട് നിങ്ങളിലേക്ക് വരും. നിങ്ങളെ കോൾ ചെയ്യോ വിളിക്കോ അങ്ങനെയുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് നടക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ആയിരത്തി 1987 സെപ്റ്റംബർ, ഭരണി. 1990 ജൂലൈ. 1992 ജൂൺ. പൂരുട്ടാതി. ലെറ്റർ ആർ. 1989 ഉത്രട്ടാതി, ഫെബ്രുവരി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.